നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? VPN ഗേറ്റ്വേയെ കുറിച്ചും പിയറിങ്ങിനെ കുറിച്ചും ഗ്ലോബൽ പിയറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? ഒരു സെയിം റേഞ്ചിൽ തന്നെയുള്ള രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു? പിയറിംഗ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഡിഫറെന്റ് റീജിയനിലുള്ള റിസോഴ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഗ്ലോബൽ പിയറിംഗ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? സൈറ്റ് സൈറ്റ് VPN ആണെങ്കിൽ നമുക്ക് VPN ഗേറ്റ്വേ എടുക്കാം, അല്ലെങ്കിൽ എക്സ്പ്രസ് റൗട്ട് വഴിയൊക്കെ കണക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇതിൽ കൂടെ നമുക്ക് പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയാ, അഷ്യൂറിന്റെ നാറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അഷ്യൂറിലേക്ക് വരുമ്പോൾ ബൈ ഡിഫാൾട്ട് ആയിട്ട് ഏതൊരു സബ്നെറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഏതൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താലും അവിടെ എന്തായിരിക്കും? അവിടെ നമുക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എനേബിൾഡ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മളിപ്പോ ഒരു സബ്നെറ്റ് ക്രിയേറ്റ്, ഒരു വിനെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഫ്രണ്ട് എൻഡ് സബ്നെറ്റ് എന്നും ബാക്ക് എൻഡ് സബ്നെറ്റ് എന്നും കൊണ്ട് നമ്മൾ രണ്ട് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്താലും അവിടെ എന്തായിരിക്കും? ആ രണ്ട് സബ്നെറ്റിൽ നമുക്ക് എന്തായിരിക്കും? ഇന്റർനെറ്റ് കണക്ടിവിറ്റി അവൈലബിൾ ആയിരിക്കും. അത് അവൈലബിൾ ആയിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ബൈ ഡിഫാൾട്ട് ആയിട്ട് നമ്മുടെ ഇതിനകത്ത്, നമ്മുടെ അഷ്യൂറിന്റെ വിനെറ്റിനകത്ത് ബൈ ഡിഫാൾട്ട് ആയിട്ട് സിസ്റ്റം റൗട്ട് എന്താണ്? എനേബിൾഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിഫാൾട്ട് ആയിട്ട് ഏതൊരു നെറ്റ്വർക്ക് നമ്മൾ അഷ്യൂറിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം റൗട്ട് ആരെഴുതിയിട്ടുണ്ട്? മൈക്രോസോഫ്റ്റ് ബൈ ഡിഫാൾട്ട് ആയിട്ട് എല്ലാ വിനെറ്റിലും എന്താണ്? ബൈൻഡബിൾ ആണ്. പക്ഷേ നമുക്ക് റിയൽ ടൈമിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം റൗട്ടിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാം. സിസ്റ്റം റൗട്ടിനെ ഓവർ റൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എഴുതാൻ പറ്റുന്ന റൗട്ട് എന്ന് പറയുന്നത് ആസ് എ ഡൈനാമിക് റൗട്ട് ആണ്. ഡൈനാമിക് റൗട്ട് നമുക്ക് അഷ്യൂർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് റൗട്ടിംഗ് ആണ്. ഫസ്റ്റ് തിങ് ഈസ് സിസ്റ്റം റൗട്ട്, സെക്കൻഡ് ഈസ് യൂസർ ഡിഫൈൻഡ് റൗട്ട്. ഓക്കെ, യൂസർ ഡിഫൈൻഡ്, അതായത് സിസ്റ്റം റൗട്ട് ബൈ ഡിഫാൾട്ട് ആയിട്ട് ഏതൊരു നെറ്റ്വർക്ക് എടുത്താലും അതിലേക്ക് എന്താണ്? ബൈ ഡിഫാൾട്ട് ആയിട്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്തായിരിക്കും? എനേബിൾഡ് ആയിരിക്കും. അപ്പം പക്ഷേ നമ്മുടെ ചില നെറ്റ്വർക്കൊക്കെ വരുമ്പം നമ്മളത് DB സബ്നെറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വർക്ക്ലോഡ്സ് ആയിരിക്കും അവിടെ റൺ ചെയ്യുക. അപ്പൊ അതിലേക്ക് നമുക്ക് ഇന്റർനെറ്റ് ട്രാഫിക്, അതിനകത്തൊരു ഒരു സബ്നെറ്റിനകത്ത് നമുക്ക് 10 VMs ഉണ്ട്. ആ 10 VMസിനും ഔട്ട് ബൗണ്ട് കണക്ടിവിറ്റി നമ്മളൊരു എന്താണ്? എല്ലാത്തിനും പബ്ലിക് IP കൊടുത്തിട്ട് കണക്ടിവിറ്റി ചെയ്തതിനേക്കാളും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഓൺ പ്രമിനകത്ത് നിങ്ങളുടെ എല്ലാ ഇന്റേണൽ ഇരിക്കുന്ന എല്ലാ VMസിനും പബ്ലിക് IP ഉണ്ടാകുമോ? എല്ലാത്തിനും പബ്ലിക് IP ഉണ്ടാകുമോ? ഇല്ല സാർ, ഇല്ല ഇല്ല ഇല്ല, എല്ലാത്തിനും പബ്ലിക് IP ഇല്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നുകിൽ നിങ്ങളെ മോഡം ആയിരിക്കാം അല്ലെ? ചിലപ്പോൾ നിങ്ങളുടെ മോഡം ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫയർവാൾസ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും VPN ഡിവൈസസുകളായിരിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ആ VPN ഡിവൈസസിലുള്ള ലാൻഡ് ചെയ്യുന്ന പബ്ലിക് IP വഴി ആയിരിക്കും നിങ്ങളിരിക്കുന്ന താഴെ ഇരിക്കുന്ന നിങ്ങളുടെ ഇരിക്കുന്ന പ്രൈവറ്റ് മിഷൻസിനെല്ലാം പോർട്ട് വെച്ച് ആക്സസ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ ഒരു പബ്ലിക് IPയിൽ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ട് പോർട്ട്സുകൾ ഓപ്പൺ ചെയ്തിട്ട് പോർട്ട് ഫോർവേഡ് ചെയ്യാറുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള അഷ്യൂറിനകത്തുള്ള നെറ്റ്വർക്കുകളുടെ ഹലോ കേൾക്കാമോ? ഓക്കെ, അഷ്യൂറിനകത്തുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് അതിന്റെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു നാറ്റ് ഗേറ്റ്വേ കൊണ്ടുവരാം. അതായത് നാറ്റ് ഗേറ്റ്വേ കൊണ്ടുവന്നുള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഇപ്പൊ രണ്ട് സബ്നെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സബ്നെറ്റ് ആയിട്ട് ഈ രണ്ട് സബ്നെറ്റിൽ 4 VMs ഉണ്ട്. ഈ 4 VMസിനും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പബ്ലിക് IP കൊടുത്താൽ മാത്രമേ പുറത്തുനിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അതിന് പകരം നമ്മൾ ഇവിടെ ഒരു നാറ്റ് ഗേറ്റ്വേ എടുത്തിട്ട് അഷ്യൂറിന്റെ മാനേജർ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെയുള്ള ഒരു നാറ്റ് ഗേറ്റ്വേ നമ്മൾ എടുത്തിട്ട് ആ നാറ്റ് ഗേറ്റ്വേനെ നമ്മുടെ ഈ സബ്നെറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ നാറ്റ് ഗേറ്റ്വേക്ക് എന്ത് കിട്ടും? ഒരു പബ്ലിക് IP കിട്ടും. ഈ പബ്ലിക് IP ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെഷീൻസിനെ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ മെഷീൻസിന്റെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം ഇനി നടക്കുന്നത് ഏത് വഴിയായിരിക്കും? നമ്മുടെ ഈ നാറ്റ് ഗേറ്റ്വേയിലുള്ള പബ്ലിക് IP വഴിയായിരിക്കും. നമ്മൾ ഓൺ പ്രമിനകത്ത് ചെയ്യുന്നത് പോലെ ഓൺ പ്രമിനകത്ത് നമ്മൾ ഒരു മോഡത്തിൽ ഒരു പബ്ലിക് IP ഉണ്ടെങ്കിൽ മോഡം ആണല്ലോ നാറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ ഫയർവാൾ ഉണ്ടെങ്കിൽ ഫയർവാൾ ആയിരിക്കും, ആ ഫയർവാളിന്റെ ഒരു പബ്ലിക് IP ആയിരിക്കും നമ്മൾ താഴെ ഇരിക്കുന്ന മെഷീൻസിനെ എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സബ്നെറ്റിനകത്തുള്ള ഇന്റർനെറ്റിന്റെ ട്രാഫിക്കിനെ, ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാഫിക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ത്രൂ ഒരു നാറ്റ് ഗേറ്റ്വേ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? The NAT gateway to let all instance in a private subnet connect outbound to the internet while remaining fully private.
അതായത് ഈ ഇരിക്കുന്ന മെഷീൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പബ്ലിക് IP വഴി നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവനെ കണക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളിൽ വരുന്ന നെറ്റ്വർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വരുന്ന അറ്റാക്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, അതായത് ഇവിടുത്തെ അറ്റാക്ക്, ഇവിടെ നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാം ലാൻഡ് ചെയ്യുന്നത് അതിനകത്തായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ എന്താണ്, നമ്മുടെ ഫയർവാൾസോ ഏതെങ്കിലുമൊക്കെ ഒരു മോഡലായിരിക്കും ഇരിക്കുന്നത്. അതിലേക്ക് വന്നിട്ട് താഴേക്ക് നമ്മൾ ഇവനെയൊക്കെ നമ്മൾ ബാക്ക് ഇരിക്കുന്ന വെബ് ടയേഴ്സ് എല്ലാം കണക്ട് ത്രൂ UDR എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള റൗട്ട് ടേബിൾ വഴിയായിരിക്കും ഇവിടെ. ഈ മെഷീൻസ് എല്ലാം എന്തായിരിക്കാം, പ്രൈവറ്റ് ആയിരിക്കാം. ഈ മെഷീൻസ് എല്ലാം പ്രൈവറ്റും, ഇവിടെ മാത്രമായിരിക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ത് ചെയ്തിരിക്കുന്നത്, എനേബിൾ ആയിട്ട് വരുന്നത്. ഇത് കാണുന്നുണ്ടോ? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൺ പ്രമിലേക്ക് വയ്ക്കുമ്പോൾ ഫയർവാൾ ആയിരിക്കാം, അല്ലെങ്കിൽ VPN ഡിവൈസസോ ഏതെങ്കിലും മോഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിവൈസസ് ആയിരിക്കാം വരിക. പക്ഷെ ഇവിടെ നമുക്കൊരു ഫയർവാളോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാറ്റ് ഗേറ്റ് വേക്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ബാക്ക് ഇരിക്കുന്ന പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക്, മീൻസ് നമ്മുടെ സബ്നെറ്റിലേക്ക് പോകുന്ന ഇന്റർനെറ്റ് ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാൻസാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്ത് ബാക്ക് ഇരിക്കുന്നവരെ പ്രൈവറ്റ് ചെയ്തും കൊണ്ട് ബാക്കി എല്ലാ ഹിറ്റുകളും പബ്ലിക് ആയിരിക്കുന്ന നാറ്റ് ഗേറ്റ് വേയുടെ IP-യിലേക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഒരു റിയൽ ഇൻഡസ്ട്രിക്കകത്ത് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ, ഒരു സബ്നെറ്റിന്റെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാൻസാക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു സർവീസ് ആണ് ഏതെന്ന് പറയുന്നത്, ആക്ച്വലി എന്തെന്ന് പറയുക, നമ്മുടെ നാറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെയാണ്. അത് സെക്യൂർ ആണ്, അത് സ്കെയിലബിൾ ആണ്, പെർഫോമൻസ് എല്ലാം ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആളാരാണ്, നമ്മുടെ അഷ്യൂർ തന്നെയാണ്. നമ്മൾ അഷ്യൂറിനകത്ത് വന്നിട്ട് നമ്മളൊരു VNet ക്രിയേറ്റ് ചെയ്യാൻ ബിൽഡ് ചെയ്യാൻ പോകുമ്പോൾ നോക്കിയോ, ഞാനൊരു VNet ബിൽഡ് ചെയ്തു, ഒരു IP അഡ്രസ് ബ്ലോക്ക് എടുത്തു. ഇവിടെ ഞാൻ തന്നെ ഒരു സബ്നെറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവൻ ചോദിക്കും നമ്മുടെ ഇതാണ്ടോ, the private subnet enhances security by not providing default outbound access to enable outbound connectivity for a virtual machine to access the internet. It is necessary to explicit grant outbound access. A NAT gateway is a recommended way to provide the outbound connectivity for virtual machines in the subnet. അതായത് നിങ്ങൾക്ക് ഇതിനകത്തുള്ള മെഷീൻസ് 100 മെഷീൻസ് ഉണ്ടെങ്കിൽ 100 മെഷീൻസ് നിങ്ങൾ പബ്ലിക് IP കൊടുക്കാതെ ഒരു നാറ്റ് ഗേറ്റ് വേ എടുത്തിട്ട് ആ നാറ്റ് ഗേറ്റ് വേയുടെ പബ്ലിക് IP വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നെറ്റ്വർക്കിനെ പ്രൈവറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ നാറ്റ് ഗേറ്റ് വേയിൽ വരുന്ന പബ്ലിക് IP-യിൽ മാത്രമായിരിക്കും എന്ത് വരുന്നത്, ഹിറ്റുകൾ വരുന്നത്. ഐ മീൻസ് അറ്റാക്സുകളായാലും എന്തായാലും വരുന്നത്. ബാക്കി ബാക്ക് ഇരിക്കുന്ന എല്ലാ മെഷീൻ, നമ്മുടെ DB ആകാം, നമ്മുടെ വെബ് ടയേഴ്സുകളാകാം, എന്ത് തന്നെ ആയാലും അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി പ്രൈവറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഏതെന്ന് പറയുന്നത്, ആക്ച്വലി നാറ്റ് ഗേറ്റ് വേ. മനസ്സിലായോ? ഇത് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നാറ്റ് ഗേറ്റ് വേ പർച്ചേസ് ചെയ്യാൻ പറ്റും. അവിടെ ഉണ്ടോ, ഇപ്പൊ നാറ്റ് ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യാം. ആക്ച്വലി നമുക്കൊരു നെറ്റ്വർക്ക് വേണം അതിനു വേണ്ടി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി നമ്മളൊന്നും എനേബിൾ ചെയ്യുന്നില്ല. then IP അഡ്രസ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അഡീഷണലി സബ്നെറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. 2 സബ്നെറ്റ് എൻ്റെ കയ്യിലുണ്ട്. ടാഗ് ക്രിയേറ്റ്. എന്നിട്ട് നമ്മളൊരു നാറ്റ് ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്തിട്ട് ആ നാറ്റ് ഗേറ്റ് വേനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സബ്നെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. സാധനമുണ്ടോ, നമ്മുടെ ഇമേജിൽ കാണുന്നുണ്ടോ? ഇതുണ്ടോ? അതായത് നമ്മളൊരു നാറ്റ് ഗേറ്റ് വേ എടുത്തിട്ട് ഈ നാറ്റ് ഗേറ്റ് വേയുമായിട്ട് നമ്മുടെ സബ്നെറ്റിന് എന്ത് ചെയ്യണം, അസോസിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതുവഴി നമുക്ക് എന്ത് നടക്കത്തുള്ളൂ, ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഓക്കെ, നെറ്റ്വർക്ക് ആയിട്ടുണ്ട്. ദെൻ നാറ്റ് ഗേറ്റ് വേയിലേക്ക് വരിക, റിസോഴ്സ് ഗ്രൂപ്പ് എടുക്കുക, മൈ നാറ്റ് ഗേറ്റ് വേ. ദെൻ നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്യുക. സോൺ വേണമെങ്കിൽ സോൺ എടുക്കാം. ദെൻ ഔട്ട്ബൗണ്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു പബ്ലിക് IP ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഈ പബ്ലിക് IP-യിലായിരിക്കും എന്ത് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ നാറ്റ് ഗേറ്റ് വേ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് സ്റ്റാറ്റിക് ആയിരിക്കണം, സ്റ്റാൻഡേർഡും ആയിരിക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP സ്റ്റാൻഡേർഡ് എടുക്കുന്ന കാര്യം അത് അവൈലബിലിറ്റി സോണിനകത്തായിരിക്കും.
കേട്ടോ റോബി? കേട്ടു. ഓക്കെ, നമ്മുടെ ഒരു നെറ്റ്വർക്ക്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പ്രിഫിക്സ് വേണമെങ്കിൽ പറയാം, നമ്മൾ വേണ്ട. സബ്നെറ്റ്സ് നമ്മൾ ഏതെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, മൈ നെറ്റ്വർക്ക്. ഓക്കെ, ഇതിൽ എത്ര സബ്നെറ്റ് ഉണ്ട്? എല്ലാ സബ്നെറ്റിനും വേണ്ടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഈ നെറ്റ്വർക്കിലായിരിക്കും, ഈ സബ്നെറ്റ്സിലായിരിക്കും നമ്മൾ എന്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ നാറ്റ് ഗേറ്റ് വേ കണക്ട് ആവാൻ പോകുന്നത്. കണ്ടോ? ഓക്കെ ഓക്കെ. Then creates. ഇത് നമുക്ക് ഒന്നുകിൽ നാറ്റ് ഗേറ്റ് വേ കോൺഫിഗർ ചെയ്തതിന് ശേഷം വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനും പോവാം, അസോസിയേറ്റ് ചെയ്ത് വേണമെങ്കിലും പോകാം. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മുടെ സബ്നെറ്റിനകത്തുള്ള എല്ലാ റിസോഴ്സസുകളെയും നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? പ്രൈവറ്റ് ചെയ്യാണ്. ഇനി ഈ നാറ്റ് ഗേറ്റ് വേയിൽ കിട്ടുന്ന പബ്ലിക് IP വഴിയായിരിക്കും നമ്മൾ എല്ലാ കമ്മ്യൂണിക്കേഷൻസും നടക്കുക. ഓക്കെ, ക്ലിയർ? ഹലോ? യെസ് യെസ്. അതെ അതെ. ഒരല്പ സമയം എടുക്കും ഡിപ്ലോയ്മെന്റ് കിട്ടാൻ. ഓക്കെ, നമ്മുടെ നാറ്റ് ഗേറ്റ് വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സബ്നെറ്റ് IP, ഒരു പബ്ലിക് IP കിട്ടിയുണ്ടോ? നമ്മുടെ പബ്ലിക് IP എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് ബൗണ്ട് IP ഇതാണ് നമ്മുടെ പബ്ലിക് IP. നമ്മുടെ സബ്നെറ്റ്സ് ഇവിടെ അസോസിയേറ്റഡ് ആയിരിക്കും. ഓക്കെ, കോൺഫിഗറേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതിന്റെ കീഴിൽ ഒരു VM ബിൽഡ് ചെയ്യുക. ഓക്കെ, ഏത്? ഈ സബ്നെറ്റിനകത്ത് കീഴില്ല. അപ്പൊ ആ സബ്നെറ്റിൽ വരുന്നതും ഏത് IP ആയിരിക്കും? നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന പബ്ലിക് IP ആയിരിക്കും ഇവിടെ കണക്ട് ആകുന്നത്. നമ്മൾ ഇനി ഈ പബ്ലിക് IP വഴിയാണല്ലോ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, അല്ലേ? ഒരു VM ബിൽഡ് ചെയ്ത് നോക്കാം. സെയിം നെറ്റ്വർക്ക് ആയിരിക്കണം, വന്ന് മാറിപ്പോയത്. സെയിം റീജിയൻ എല്ലാം ഇതായിരിക്കണം കേട്ടോ. നമ്മൾ ബാക്ക് ചെയ്ത പോലെ അങ്ങനെ എല്ലാം സെയിം ആയിരിക്കണം. ഓക്കെ, 1 ഒരു ബേസിക് സെർവർ മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. T1 2 3 4 5 6 7 8 9 start your T1 2 3 4 5 6 7 8 9 start. ഓക്കെ, RDP ഓപ്പൺ ആക്കിയിട്ടേക്കാം. ഓക്കെ, ഡിസ്ക് നെറ്റ്വർക്ക് സെയിം ആയിരിക്കണം. കണ്ടല്ലോ, മൈ നെറ്റ്വർക്ക്. ഓക്കെ, അതിൽ നമ്മുടെ സബ്നെറ്റ് പറയുക. ഓക്കെ, സബ്നെറ്റ്. ഞാൻ ഈ സബ്നെറ്റ് എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു പബ്ലിക് IP വേണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് പബ്ലിക് IP ഏതാണെന്ന് നോക്കാം ഇവർ തരുന്നത്. ഓക്കെ ഓക്കെ. ബാക്കിയൊക്കെ സെയിം. മാനേജ്മെന്റ്, then creates. നമ്മൾ റിയൽ ടൈമിൽ വരുമ്പോൾ ഈ ടൈപ്പ് ഓഫ് ആണ് എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നെറ്റ്വർക്ക് ട്രാഫിക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇതുവഴിയാണ് കേട്ടോ. മനസ്സിലായോ? ഓക്കെ സാർ. ഓക്കെ, അപ്പൊ റൗട്ടിനെ കുറിച്ച് പിന്നെ ഞാൻ പറയുന്നുണ്ട്. സിസ്റ്റം റൗട്ടിനെ കുറിച്ചും UDRനെ കുറിച്ചും ഡീപ്പായിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുമ്പോൾ. ഓക്കെ, സിസ്റ്റം റൗട്ടിനെ എപ്പോഴും UDR റൗട്ട് എന്ത് ചെയ്യും? ഓവർ റൈഡ് ചെയ്യും. എന്നാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇന്റർനെറ്റിലേക്ക് നമുക്ക് റൗട്ട് ചെയ്തിരിക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓവർ റൈഡ് ചെയ്യാം. ഇന്റർനെറ്റിലേക്ക് അല്ലാതെ തന്നെ വേറൊരു ഫയർവാൾ വഴിയാണ് റൗട്ട് ചെയ്യേണ്ടത്. ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? UDR ഒക്കെ എഴുതാനൊക്കെ പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ വരുന്ന ക്ലാസ് പറയാം. കണക്ടിവിറ്റിയെ കുറിച്ച് ഡീപ്പായിട്ട് പറയുമ്പോൾ ഹബ്സ്പോക്ക് ആർക്കിടെക്ചറും അതേപോലെ തന്നെ